ബാബുരാജ് ഇത് ദയവായി വ്യക്തിപരമായി എടുക്കരുത്, മാറി നിൽക്കണം. വിജയ് ബാബു. നടൻ ബാബുരാജിൻ്റെ പേരിൽ ഒന്നിലധികം കേസുകൾ നിലനിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം താരസംഘടനയുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലതെന്ന് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു കുറ്റാരോപിതനായപ്പോൾ താൻ മാറി നിന്നു. ബാബുരാജിനെപ്പോലെ സംഘടനയെ നയിക്കാൻ കഴിവുള്ളവർ വേറെ ഉള്ളപ്പോൾ എന്തിനാണ് മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്നതെന്ന് വിജയ് ബാബു ചോദിക്കുന്നു. വ്യക്തിയേക്കാൾ സംഘടനയാണ് വലുതെന്നും ഒരു മാറ്റത്തിനായി ഇത്തവണ സ്ത്രീകൾ നേതൃനിരയിൽ വരണമെന്നുമാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നും വിജയ് ബാബു കുറിച്ചു. കുറ്റാരോപിതനായപ്പോൾ ഞാൻ മാറി നിന്നു. ബാബുരാജ് ഇത്തവണ അമ്മ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കണം. കാരണം അദ്ദേഹത്തിനെതിരെ ഒന്നിലധികം കേസുകൾ നിലവിൽ ഉണ്ട്. അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വരട്ടെ. നിങ്ങൾ ചെയ്തതുപോലെ സംഘടനയെ നയിക്കാൻ കഴിവുള്ള മറ്റു നിരവധി ആളുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? അതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കുന്നില്ല. ഏതൊരു വ്യക്തിയേക്കാളും സംഘടനയാണ് വലുത്. അത് ശക്തമായി നിലനിൽക്കും. ബാബുരാജ് ദയവായി ഇത് വ്യക്തിപരമായി എടുക്കരുത്. ഒരു മാറ്റത്തിനായി ഇത്തവണ സ്ത്രീകൾ നേതൃത്വം ഏറ്റെടുക്കട്ടെ എന്ന് ഞാനും വിശ്വസിക്കുന്നു, വിജയ് ബാബു കുറിച്ചു. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് നടൻ ബാബുരാജ് വിട്ടുനിൽക്കണമെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം അംഗങ്ങൾക്കും. ആരോപണ വിധേയരായവർ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് നടി മാല പാർവതി, അനൂപ് ചന്ദ്രൻ, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടിരുന്നു. ബാബുരാജിനോട് വ്യക്തിപരമായി ഒരു പ്രശ്നവും ഇല്ല എന്നും ആരോപണ വിധേയരായ ദിലീപ്, വിജയ് ബാബു, സിദ്ദിഖ് തുടങ്ങിയവർ മാറി നിന്നതുപോലെ തന്നെ ബാബുരാജൻ മാറി നിന്ന് നിരപരാധിത്വം തെളിയിച്ച് മുന്നോട്ട് വരണമെന്നുമാണ് മാലാ പാർവതി അഭിപ്രായപ്പെട്ടത്. അതിനിടെ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജിനെതിരെ സരിത എസ് നായർ രംഗത്ത് വന്നു. ബാബുരാജ് ചതിയനാണെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ആളല്ലെന്നും സരിത അഭിപ്രായപ്പെട്ടു. തൻ്റെ ചികിത്സാ സഹായത്തിന് മോഹൻലാൽ നൽകിയ തുക ബാബുരാജ് വകമാറ്റിയെന്നും സ്വന്തം ലോൺ കുടിശ്ശിക അടച്ചു തീർത്തെന്നും സരിത ആരോപിക്കുന്നു. ദുബായിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് കാരണമാണ് ബാബുരാജ് അവിടേക്ക് പോകാത്തതെന്നും സരിത കുറിച്ചു. സരിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അമ്മ സിനിമാ താരങ്ങളുടെയായ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതിൽ എനിക്കെന്താ റോള് എന്നായിരിക്കും ഇപ്പോൾ ചോദ്യം വരുന്നതെന്നറിയാം. ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളും ഇല്ല. ഞാനൊരു സിനിമാ പ്രേക്ഷകൻ മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് എന്ന ബാബുരാജ് ജേക്കബ് ആണെന്നാണ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലും ആണ് ഉണ്ടായത്. ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ആണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് അതേപ്പറ്റി പറയാതിരിക്കാൻ ആകില്ല എന്ന് തോന്നിപ്പോയത്. 2018 അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടായി പോകില്ലായിരുന്നു. 2018 എൻ്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു. ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വക മാറ്റി സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന KFCയുടെ ലോൺ കുടിശ്ശിക അടച്ച് തീർത്ത് ജപ്തി ഒഴിവാക്കുകയായിരുന്നു. എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു. അല്ല, ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലും ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാതിരിക്കുകയാണ്. പാസ്പോർട്ട്, റെസിഡൻറ്റ് കാർഡ് കോപ്പി ഞാനവിടെ നൽകുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിയില്ല. സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല. ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലെ ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത്? ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങിയിരുന്നു. പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു. ആ പരാതി ഞാൻ തന്നെ നിലനിൽക്കുന്നുണ്ട്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ബാബുരാജ്. ഇത്തരത്തിലാണ് സരിത എസ് നായർ കുറിച്ചിരിക്കുന്നത്.